ഇത് എത്രയാണ്? ഇത് 10. ചെക്കപ്പ് അല്ലേ? ശരി, ഇതിനെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അടച്ചിട്ട് ഞാൻ ആക്ഷൻ കാണിക്കണം കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പീച്ചാണ് കേട്ടോ. പൈസ പീച്ചാണ്. ഇതെവിടെ പോയി? വീട് നമ്മൾ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, പിന്നെയും പീച്ചാണ്. കമോൺ വായിസ്. സംഭവം മാജിക്കിൻ്റെ ടെക്നിക്ക് അറിയില്ല അല്ലേ? ഇതാ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ടത് കണ്ടോ? സംഗതി ഇവിടെയാണ്. എവിടെയാണ്? ഈ കയ്യിൽ. അവിടെ ഇല്ല, കോയിൻസ് ഇവിടെയാണ്. അത് ഞാൻ ഇടുന്നില്ല. അത് വേണമെങ്കിൽ ഞാൻ മാജിക് പൊളിച്ച് കാണിക്കണം കേട്ടോ, ടെക്നിക്ക്. കാരണം പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ സാറുണ്ടായിരുന്നു, DYSP രാമേന്ദ്രൻ സാറ്. ഇപ്പം മൂപ്പർ ജോലിയിൽ നിന്ന് പെൻഷനായിട്ട് ഇപ്പോൾ തൃശ്ശൂരാ താമസിക്കുന്നു. അങ്ങനെ ഒരു സമയത്ത് ഏപ്രിൽ മാസത്ത് അന്ന് പട്ടാമ്പി കുടുംബസംഗമത്തിൽ മാജിക് കാണിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ, ശംസുദ്ദീൻ, ഈ മാജിക്കിൻ്റെ കുറച്ച് ടെക്നിക്കുകളൊക്കെ ഈ പോലീസ് ഓഫീസർമാർക്കൊന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊന്ന് പുറത്ത് റിലീസാക്കി കൊടുക്കുക. കാരണം കള്ളന്മാർ എന്തെങ്കിലും ഒളിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമായിരിക്കും. കണ്ടോ കോയിൻസ് ഇതെങ്ങനെ കണ്ടോ? ഞാനിങ്ങനെ വെച്ച് റെഡി 1 2 3 ഇങ്ങനെ കാണിച്ചു. ഇപ്പോൾ ഈ കോയിൻസ് ഇപ്പോൾ എവിടെയാണ് നോക്കൂ? ഈ കയ്യിലാണ്. അതാണ് അതിൻ്റെ ശരി. കാരണം എന്താ അറിയോ, മജീഷ്യൻ എപ്പോഴും ഈ കൈ തുറന്നു കണ്ടോ. ഞാൻ കൈ ഇങ്ങനെ ചൂണ്ടിയപ്പോൾ നിങ്ങൾ എവിടേക്കാണ് നോക്കുന്നത്? ഈ വിരലുകൊണ്ട് ചൂണ്ടിയപ്പോൾ ഇവിടേക്കാണ് നോക്കുന്നത്. അപ്പോൾ കോയിൻസ് ഇവിടെ ഇല്ല. അതാണ് അതിൻ്റെ സത്യം. പക്ഷേ ഈ കോയിൻസ് ഇതെവിടെയാണ്? ഇങ്ങനെ പിടിക്കാവൂ, കൈ ഇളക്കുമ്പോൾ ഇങ്ങനെ ഇളക്കാവൂ കണ്ടോ, നോക്കൂ. പക്ഷെ തള്ളവിരൽ ഇവിടെ ഫിറ്റിംഗ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ കോയിൻസ് ഇവിടെയാണ് എൻ്റെ അടുത്ത്. അതാണ് അതിൻ്റെ സത്യം. പക്ഷെ അവിടെ ഇല്ല. ആ 10 റുപ്യ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ, ആദ്യം കാണിക്കുമ്പോൾ ഞാൻ ഈ കൈ തന്നെയാണ്, പിന്നെ കാണിക്കുമ്പോൾ കോയിൻസ് കണ്ടുപിടിച്ചോളൂ നിങ്ങളെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കാണാതാക്കിയത്. അതെനിക്ക് ചെയ്ത് നോക്കാൻ പറ്റുമോ? പിന്നെന്താ, പ്രാക്ടീസ് ആണ് കേട്ടോ. അത് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. ജമ്പിങ് ചെയ്യാണ്. കമാ ഉണ്ടോ? അങ്ങനെയാണോ അത് പോക്കറ്റിലേക്ക് പോയത്? അല്ല, അത് വെറുതെ ഇങ്ങനെ 1 2 3 ഇങ്ങനെ അങ്ങനെ വിട്ടു. ഇപ്പൊ കണ്ടോ? ഇല്ല, അത് ഈ കയ്യിലല്ലേ. ഇല്ലെന്ന്. ഇതൊക്കെ സിമ്പിൾ. ഇത് കോയിൻസ് ഉണ്ട് കാണാം, ഇതൊന്നല്ല. ഈ മാംഗോ ട്രീ മാജിക്കിന് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? എൻ്റെ ബാപ്പയുടെ പേര് ഹസൻ സാഹിബ് എന്നാണ്. എൻ്റെ ബാപ്പയുടെ പേര് ഹാസിം സാഹിബ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ പേര് ഹുസൈൻ സാഹിബ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ പേര് മൊയ്തീൻ സാഹിബ് എന്നാണ്. എത്രയായി? 5 തലമുറ. 6ാം തലമുറയാണ് പിന്നെ മോൻ. മകന് ഈ മാജിക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്താണ് കൊടുത്തത്. ഇത്രയും കാലമായിട്ട് കൊടുത്തിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. ആണല്ലേ? ഇതുവരെ സീക്രട്ട് പറഞ്ഞു കൊടുത്തില്ല. കാരണം എന്താ അറിയോ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒരു 25 പൈസ കിട്ടണമെങ്കിൽ അമ്മയുടെ സാരിയുടെ കോന്തല കെട്ടുമ്പോൾ പിടിച്ചിട്ടെങ്കിൽ തിരിക്കണം. 25 പൈസ മേടിച്ചറിയാൻ പറ്റിയ അച്ഛൻ്റെ അടുത്ത് സിനിമക്ക് പോകാനാണ്. അപ്പൊ അമ്മ പറയും, നോക്കി ഒരു 25 പൈസ കുട്ടി കൊടുത്തൂടെ? എന്നിട്ട് എന്തിനാണ് പൈസ? ഇങ്ങനെ പറഞ്ഞാൽ തന്നെ മൂത്രം ഒഴിച്ചു പോകും നമ്മള്.